ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ നിരന്തരമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ മറക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 8 കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. മാക്സിമം ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. തുടക്കം മുതൽ അവസാനം വരെ കാണുക. കണ്ടവർ വീണ്ടും വീണ്ടും കാണുക. വേറൊന്നും ആയിട്ടല്ല, അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആയി മാറാനും കൂടി വേണ്ടിയിട്ടാണ്. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് കണ്ടിട്ട് നെഗറ്റീവ് പറയുകയോ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്, കള്ളമാണ്, അങ്ങനെ പറയുന്നവർ എന്നും അങ്ങനെ തന്നെ പറയാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതും കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വേണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എടുക്കണം. ഓക്കെ, നിങ്ങൾ ക്ലെയിം ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിവിടെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അതായത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടോ ഇല്ലയോ, അതായത് ഈ പേഴ്സൺ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീംസ്, അതായത് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീംസ് അല്ലെങ്കിൽ എന്താ പറയുക, ഡ്രീംസ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. യെസ്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു അവെയ്ക്കനിങ് പ്രോസസ്സിലായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ഒരു സെപ്പറേഷൻ പീരീഡിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഈ പേഴ്സൺ വെക്കുന്നില്ലായിരിക്കാം. പലപ്പോഴും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഓരോ മൊടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഓരോ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷേ അതൊരിക്കലും ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല. ഡാം ഷുവർ അത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് കുറച്ച് സ്വസ്ഥമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ യൂണിവേഴ്സിന്റെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം. ആ ഒരു സെയിം കാര്യം തന്നെ ഈ പേഴ്സണും കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം ഒരു താക്കോൽ കൂട്ടം, ഒരു വെള്ളത്തൂവൽ, ആൻഡ് ഓൾസോ സംതിങ് ദർ ഇൻ ദ ബാക്ക്, ആൻഡ് എന്തൊക്കെയോ ഒരു ലോക്കറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നേരെയല്ല ഈ പേഴ്സൺ ഇരിക്കുന്നത്, കീഴ്മേൽ മറിഞ്ഞാണ്. ആൻഡ് ഓൾസോ ഇതിനെ സൂചിപ്പിക്കുന്നത് ഈ പേഴ്സന്റെ സോളിനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ബോഡി, സത്യം പറഞ്ഞാൽ ശരീരം ഇപ്പോൾ റെസ്റ്റിലാണ്. ഓക്കെ, ഈ പേഴ്സന്റെ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ റെസ്റ്റിലാണ്. പക്ഷേ ഈ പേഴ്സന്റെ മനസ്സ് കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വലി അവെയ്ക്കനിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആത്മീയപരമായിട്ടുള്ള ഉണർവ്, ആത്മീയപരമായിട്ടുള്ള അറിവ്, അപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഏർപ്പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം, അതായത് ഈ വ്യക്തി ഒരുപക്ഷെ ജോലിക്ക് പോലും പോകുന്നില്ലായിരിക്കാം. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാകാം. പക്ഷെ എന്താണെങ്കിലും മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തിന്റെ ഊർജം, അതായത് ശരീരത്തിന്റെ എനർജി ഈ പേഴ്സൺ നഷ്ടപ്പെടുത്തുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ സ്പോർട്സിലൊക്കെ ഫസ്റ്റ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊക്കെ കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ള പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഒതുങ്ങിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ജോലിക്ക് ഇപ്പോൾ പോയേ പറ്റൂ അല്ലേ? ഇപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിൽ ഇപ്പോൾ പൈസ അത് കിട്ടില്ല. സോ അതുകൊണ്ട് ജോലിക്ക് പോകുന്നുണ്ടാകാം. പക്ഷെ മറ്റു പല കാര്യങ്ങളിലും ഒന്നും ഏർപ്പെടാതെ വീട്ടിൽ ഒരു മുറിയിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ കുറേ നേരം കിടന്നുറങ്ങുന്നുണ്ടാകാം. അതാണ് പറയുന്നത്. ഒരു ബോഡി, ഈ പേഴ്സന്റെ ബോഡി, ശരീരം റെസ്റ്റിലാണ്.
റെസ്റ്റ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് അധികം കാര്യങ്ങളിലൊന്നും എന്താ പറയാ ഇടപെടുന്നില്ല. മറ്റു പലവരായിട്ട് കൂട്ടുകൂടുന്നില്ല, വേറൊരു കാര്യത്തിലും ഇൻക്ലൂഡഡ് ആകുന്നില്ല. പക്ഷേ ഈ വ്യക്തിയുടെ സോള് നല്ല രീതിയിൽ പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നിങ്ങളെ കുറിച്ചുള്ള അതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് നിങ്ങൾ ഈ പേഴ്സന്റെ സ്വപ്നത്തിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്തകളില് സ്വപ്നങ്ങളില് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം വളരെ വ്യക്തമായിട്ട് കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മനസ്സിരുത്തി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ മനസ്സും അതുപോലെ ഈ പേഴ്സന്റെ സോളും നല്ല രീതിയിൽ വർക്കാകാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റം. അപ്പൊ മറ്റു പല കാര്യങ്ങളിലൊന്നും ചിലപ്പോൾ നിങ്ങളായിട്ട് പോലും സംസാരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ മെസ്സേജ് ഒക്കെ വരുമ്പോൾ കാണാത്ത ഭാഗത്തിന് ഇരിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളായിട്ട് കോൺവെർസേഷൻ നടത്താനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല. ഫ്രണ്ട്സിനോട് പോലും മിണ്ടുന്നില്ലായിരിക്കാം. വളരെ ഒറ്റപ്പെട്ട് ബോഡിക്ക് വളരെയധികം റെസ്റ്റ് കൊടുത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അതൊരു നല്ല ലക്ഷണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നല്ല ഒരു അടയാളത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് പല വ്യക്തികൾക്കും മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഡ്രീം അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്വപ്നം ഇങ്ങനെ യൂണിവേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ? ഒരുപക്ഷെ നിങ്ങളും കാണുന്നുണ്ടാകാം, ഈ സെയിം സ്വപ്നം തന്നെ നിങ്ങളും കാണുന്നുണ്ടാകും. ചിലപ്പോൾ ഈ സെയിം സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങളും കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ഡ്രീംസ് കാണിക്കുന്നത്? ഓക്കെ, യൂണിവേഴ്സ് കാണിക്കുന്നത് യെസ് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം അത്രയും ഒരു തടസ്സത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. 9 ഓഫ് കപ്സ് ആണ്. 9 സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കപ്പ് ഓഫ് ലവും കൂടി, 1 കപ്പ് ഓഫ് ലവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 10 ഓഫ് കപ്പായി. ഓക്കെ, അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 10ൽ 9 കാര്യവും ശരിയായി. ഇനി ഒരൊറ്റ കാര്യവും കൂടി ശരിയാകാനേ ഉള്ളൂ. അത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതും കൂടി ശരി. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിനെ പറ്റിയിട്ട് സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും അതൊന്നും വെറുതെ അല്ല. നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ റിയാലിറ്റിയിലേക്ക് വരും, അതായത് യാഥാർത്ഥ്യമായി വരും എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ട് വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ് ഈ ഒരു സ്വപ്നം കാണുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇത് വെറുതെയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാം, ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് വെക്കാം, അങ്ങനത്തെ ചിന്തകളിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റെപ്പ് ബാക്ക്, മൂവ് ഫോർവേഡ് ആൻഡ് ബിലീവ് ഇൻ യൂണിവേഴ്സ്. അതായത് പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും, അതെല്ലാം റിയാലിറ്റിയിലേക്ക് വരും. അത് കാലചക്രം അനുകൂലമാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. ഓക്കെ, അപ്പൊ ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് യൂണിവേഴ്സ് നിങ്ങൾക്കും ഈ പേഴ്സണും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നതായിട്ട്, സ്വപ്ന ദർശനങ്ങൾ കാണിച്ചു തരുന്നതായിട്ട് കാണുന്നത്. അതിന്റെ ഒരു പിന്നിലുള്ള ഉദ്ദേശം അതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്പിരിച്വൽ അവേക്കണിങ്ങും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ? പല കർമ്മങ്ങളും പല മോശപ്പെട്ട പാപങ്ങളും അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള ദുരിതങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ കഴുകിപ്പോകുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സ്വപ്നം കാണുന്നത്, ഓക്കെ, ഇപ്പൊ നിങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നത് ഓക്കെ ഈ പേഴ്സണ് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ബാധിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ ബാധിക്കുന്നത്, എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വി ഗോട്ട് ദ കപ്പ് എനർജി അഗെയിൻ. ഇത് വളരെയധികം ഇമോഷണൽ പരമായിട്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഇമോഷണലി അൺഅവൈലബിൾ ആണ് ഈ പേഴ്സൺ. അതായത് നിങ്ങൾ ഒരുപക്ഷെ കരയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കരച്ചിലിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് യാതൊരു തരത്തിലുള്ള വിലയും തന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സന്റെ മെസ്സേജ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒന്നും വിളിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി നിങ്ങൾ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ് ആയിരിക്കാം, കൺട്രി ആയിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും ഈ പേഴ്സന്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പ് ഡൗൺ ആവും, അല്ലെങ്കിൽ നിങ്ങൾ അപ്പ് ഇമോഷണൽ ആവും.
പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ആ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഈ പേഴ്സൺ യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. യാതൊരു യാതൊരു ഇമ്പോർട്ടൻസും തന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രീംസ് കാണുന്നതോടുകൂടി ഈ പേഴ്സണ് സ്പിരിച്വൽ അവേക്കണിങ് പലതും സ്റ്റാർട്ട് ആകുന്നു. ഈ പേഴ്സൺ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങുന്നു. പല രീതിയും, അതായത് നിങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ളവരാണ്, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ആത്മാർത്ഥത ഉള്ളവരാണ്, നിങ്ങൾ എത്രത്തോളം ഇമോഷണൽ ആണ്, ഓക്കെ, അത്തരം കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാനോ ഒന്നും ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അതെല്ലാം മാറിയിട്ട് വളരെയധികം റൊമാൻറ്റിക്, ഇപ്പൊ ഈ പേഴ്സൺ ഒട്ടും റൊമാൻറ്റിക് അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ആ ഒരു വികാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് അത് ഈ പേഴ്സണ് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാകുന്നു. ഓക്കെ, നിങ്ങളോടുള്ള കാഴ്ചപ്പാട് മാറുന്നു, മനോഭാവം മാറുന്നു. ഇത്രയും നാളും ഈ പേഴ്സൺ എന്താണോ നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്നത് അതിന്റെ നേരെ വിപരീതമായിട്ട്. ഓക്കെ, ഇപ്പൊ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ആളാണെങ്കിൽ റൊമാൻറ്റിക് ആകാൻ ശ്രമിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ പേഴ്സണെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലാണ് ഈ പേഴ്സണ് മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ പവർ നല്ല രീതിയിൽ ഉയർന്നു വരാൻ പോകുന്നു. അതായത് ഈ പേഴ്സൺ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പണ്ടൊക്കെ ബ്ലോക്ക് ചെയ്തു പോകുമായിരുന്നു, അതായത് തടസ്സപ്പെട്ടു പോകുമായിരുന്നു. സോ ഇപ്പോൾ ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ പവറൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാനുള്ള സാധ്യതകളും വളരെയധികം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പേഴ്സന്റെ പവർ കൂടാണ്, ഈ പേഴ്സന്റെ വൈബ്രേഷൻസ് ഹൈ ആവുകയാണ്, ഈ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ ഉയർന്നു വരുന്നു, ഈ പേഴ്സൺ എന്തൊക്കെയോ നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, അത് കരിയർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും എന്തൊക്കെയോ നേട്ടങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നതും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു 5 ആഴ്ച ആ ഒരു എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. 5 വീക്സ് 5 ആഴ്ചക്കുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? 5 ആഴ്ചക്കുള്ളിൽ 5 വീക്സിനുള്ളിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് നോക്കാം. ടെലിപ്പതി പോസിബിൾ ആവുന്നതായിട്ട് കാണിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും, മിണ്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, നോട്ട് പ്രീ പ്ലാൻഡ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു എന്താ പറയുക, ഒരു യാദൃശ്ചികമാണ്, അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് തന്നെ ഒരു സംസാരം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരുപക്ഷെ സ്വപ്നത്തിലൂടെയും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ആ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ സോളാണ് അല്ലേ. അപ്പോൾ ആ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്വപ്നം കാണുന്ന സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആ ഒരു കാര്യം നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡേ ടൈം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഫോണിൽ കൂടെ ആകണമെന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയുന്നതാകണമെന്നില്ല, ഒന്നും ആകണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ചെവിയിലേക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ സോളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കൂടുതലും സാധിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആണ്. എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പാണ് എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, ഈ വ്യക്തിക്ക് പോലും അറിയാത്ത എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിലേക്ക് വരാൻ പോകുന്നത്.
ഓക്കെ, അതായത് ഈ പേഴ്സൺ ഈ പേഴ്സൺ പോലും അറിയാത്ത, അല്ലെങ്കിൽ ഈ പേഴ്സൺ പോലും മനസ്സുകൊണ്ട് വിചാരിക്കാത്ത എന്ത് മാറ്റമാണ് ഈ വ്യക്തിയിലേക്ക് വരാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. വി ഗോട്ട് ദ കറേജ് എനർജിയാണ്, സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ ഭയന്നിരുന്ന ആരൊക്കെയോ, അത് കൂടുതലും ഫാമിലി എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഫാമിലി ആകാം, ഒബ്വിയസ്ലി ഫാമിലി ആകാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് നിങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ തന്നെ. ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണോ ആ ഒരു കാര്യത്തിൽ വിജയം വരുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നവർ ആരാണോ, ഏത് എനർജിയാണോ, ആ ഒരു എനർജിയിൽ നിന്നും ആ ഒരു എനർജിയെ, അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരെ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനായിട്ടുള്ള ഒരു അവസരം ഈ വ്യക്തിയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാലം ഒരുപക്ഷെ അവർക്ക് മുന്നിൽ ഈ പേഴ്സൺ ഒരു ബിഗ് സീറോ ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ, ക്ലാരിറ്റി ഇല്ലാതെ ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി ഒരു ലയൺ പവറിലേക്ക് ഈ പേഴ്സൺ വരുന്നതായിട്ട്, ഒരുപക്ഷെ അവരുടെ മുഖത്ത് നോക്കി നട്ടലുയർത്തി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാനും മറുപടി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ലെവലിലേക്ക്. ഓക്കെ, ചിലപ്പോൾ അവരൊക്കെ അത്രയും ഈ പേഴ്സണെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. സോ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ ഉയർത്തെഴുന്നേൽക്കുന്നു, അതിനെയെല്ലാം ഈ പേഴ്സൺ ജയിക്കുന്നു. അതാണ് നമുക്കിവിടെ ഈ പേഴ്സൺ പോലും അറിയുന്നില്ല അത്തരം ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അവരോട് പ്രതികരിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്, ഓ എനിക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത്രയും സ്മാർട്ടായി, അപ്പൊ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്നിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കും. അപ്പൊ അത്രയും മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ് ഉള്ളത്, ഓക്കെ, അതെന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽപ്പ്, സഹായങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടോ, അലവൻസ് കിട്ടോ, നമുക്ക് നോക്കാം. ഗബ്രിയേൽ ആണ്, അത് 5th ചക്രയാണ് കാണിക്കുന്നത്. ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആണ്. ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചല് നിങ്ങളെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്, ഇതെല്ലാം ഈ ഒരു ഏഞ്ചൽ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പലപ്പോഴും തോന്നിക്കാം നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോലും ആരുമില്ല എന്നുള്ളത്. പക്ഷെ അല്ല, തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്, പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടാകാൻ പോകുന്നു, ഒരു പെർഫെക്റ്റ് മീഡിയേറ്റർ, അല്ലെങ്കിൽ ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് സുഹൃത്തായിരിക്കും, നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ്സ് വിൽ ബി എ ന്യൂ പേഴ്സൺ ഫോർ യു, ഒരു പുതിയ വ്യക്തിയായിരിക്കും. ഓക്കെ, ആ ഒരു പേഴ്സൺ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറെ ഡീല് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുന്നതായിട്ടും കാണിക്കുന്നു. ബട്ട് ആക്ച്വലി അത് നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയേക്കാം, ഇതെങ്ങനെയാണ്. സാധാരണ നിങ്ങൾക്ക് എപ്പോഴും പാരയാണ് വരാറ്, മറ്റുള്ളവരിൽ നിന്നും നല്ല രീതിയിലുള്ള പണിയും ചതിയും ചീറ്റിങ്ങും ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് അതിശയം തോന്നും, എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സഹായങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ഇയാൾ ആരാണ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ രൂപത്തില്, ഓക്കെ, നന്ദനം സിനിമയില് നമ്മുടെ ബാലാമണിയെ എന്താ പറയാ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ അങ്ങനെ വേഷം മാറി വരുന്നത് പോലെ സംതിങ് അങ്ങനെ ഒരു വൈബാണ് എനിക്കിവിടെ പറയാൻ തോന്നിയത്. സംതിങ് മേ ബി നിങ്ങൾ കൃഷ്ണഭക്തരായിരിക്കാം, എന്തോ ഐ തിങ്ക് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. ഓക്കെ, അങ്ങനത്തെ ഒരു ഇത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, ദൈവമുണ്ട്, അല്ലെങ്കിൽ
ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഏതോ ഒരു ശക്തി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കരയുന്ന കണ്ണുനീര്, ആ കണ്ണുനീരിന് ഒരു വാല്യൂ കിട്ടും, ഒരു കൂലി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ മറ്റുള്ളവരോട്? അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒന്നാകാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ട്രൈംപൻ സക്സസ് ആണ് കാണിക്കുന്നത്, മൂർച്ചയേറിയ വാളാണ് അല്ലേ. അപ്പോൾ ഈ പേഴ്സൺ കഴിയുന്നത്രയും മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ട്, ബിക്കോസ് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ ഈ പേഴ്സൺ എന്താ പറയാ, ഈ പേഴ്സൺ സക്സസ്, അതായത് ഈ പേഴ്സൺ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് പറയണമെന്നില്ല. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനും കൂടി ആയിട്ട് കാണിക്കുന്നു. കാരണം എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയില്ല. ഓക്കെ, ചില കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ മറച്ചു വെക്കും, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ അടുത്ത് പറയും. ചിലപ്പോൾ വളരെ കുറച്ച് സംസാരിക്കുന്ന, വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. ഓക്കെ, എന്തും ആയിക്കോട്ടെ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം യുദ്ധം ചെയ്യുന്നതായിട്ടും വളരെയധികം മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സ്റ്റെപ്സും യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയരുത്. ബിക്കോസ് ഈ പേഴ്സൺ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ്, നിങ്ങൾക്ക് പരിഹാരങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ ഓവറോൾ എനർജിയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വരാൻ പോകുന്ന ലക്ഷണങ്ങൾ, സംതിങ് ലൈക്ക് പരിഹാരങ്ങൾ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് എന്താണ് പറയുന്നത്. ന്യൂ മൂൺ, അതായത് ആദ്യ പാദമാണ്, ചന്ദ്രന്റെ ആദ്യ പാദമാണ്. ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ്. മേ ബി നിങ്ങളുടെ സോഡിയക് സൈൻ സാജിറ്റേറിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോഡിയക് സൈൻ സാജിറ്റേറിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു മാസം സാജിറ്റേറിയസ് മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ സാജിറ്റേറിയസ് മാസത്തില്. ഓക്കെ, സാജിറ്റേറിയസ് മാസത്തില് നിങ്ങൾക്ക് എന്തോ സംതിങ് സ്പെഷ്യൽ ആയിട്ട് യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു സാജിറ്റേറിയസ് മന്തില്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് പറയുന്നത്, നെഗറ്റിവിറ്റിയിലേക്ക് പോകരുത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ വളരെയധികം സന്തോഷവും സമാധാനവും സംതൃപ്തിയും തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യമില്ല, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും മര്യാദക്ക് ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചിന്താഗതി, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് കൗൺസിലിംഗ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടോ അല്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനോഭാവം വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആൻഡ് ഓൾസോ വ്യാഴാഴ്ച വ്രതം ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴത്തിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ വ്യാഴാഴ്ച മേ ബി നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യാം. വ്യാഴാഴ്ച കുറച്ച് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാം. സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ വ്യാഴാഴ്ച കുറച്ച് കൂടുതൽ കൂട്ടിപ്പിടിക്കാം. പിന്നെ വ്യാഴാഴ്ചയാണ് പൗർണമി വരുന്നതെങ്കിൽ അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിച്വൽസ് ചെയ്യാം. വ്രതം എടുക്കാം. ഓക്കെ, അരി ആഹാരമൊക്കെ കഴിക്കാതെ വ്രതം എടുക്കാം, അല്ലെങ്കിൽ ഒരിക്കലെടുക്കാം. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ലതായിട്ട് കാണിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ അടുത്തിടെയായിട്ട് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട 5 ആഗ്രഹങ്ങൾ, അത് പോസിറ്റീവാണ്. ആഗ്രഹങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടുത്തിടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 5 ആഗ്രഹങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് അത് നോക്കി വായിച്ചിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, അത് ചന്ദ്രഭഗവാനെ നോക്കി നന്ദി പറയാം. ഓക്കെ, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറയാം. അത് നിങ്ങളുടെ ദൈവത്തിനോട് പറയാം, യൂണിവേഴ്സിനോട് പറയാം, ചന്ദ്രഭഗവാനോട് പറയാം, പൂർവികരോട് പറയാം. ഓക്കെ, എല്ലാവരോടും പറയാം. ഓക്കെ, അത് ഹൃദയം നിറഞ്ഞുകൊണ്ട് വേണം പറയാനായിട്ട്. അതൊരു കടത്ത് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടുള്ള പോലെ ചെയ്യരുത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വിശ്വാസമുള്ളവർക്ക് ചെയ്യാം. ബിക്കോസ് അത് നിങ്ങളുടെ
ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അത് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയുന്ന രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, 222 ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ 12 കിട്ടിയിട്ടുണ്ട്. 12-ാം തീയതി, 2-ാം തീയതി, മകയിരം നാള്, 2020 സംതിങ് സ്പെഷ്യൽ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു, പൂർവ്വജന്മ ബന്ധം, ഫോട്ടോഗ്രാഫർ മേ ബി പ്രൊഫഷൻ ആകാം. 2027 കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം കിട്ടിയെന്ന് തോന്നുന്നു. ഇമ്മച്ചുവേർഡ്, അതായത് പക്വതയില്ലായ്മ കാണിക്കുന്നു. കർമ്മ, ചെറിയ രീതിയിലുള്ള കർമ്മം നിങ്ങൾക്കിടയിലുണ്ട്. 333 ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഏരീസ്, മേ ബി സോഡിയക് സൈൻ ഏരീസ്. ആൽഫബറ്റ് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. ഉത്രട്ടാതി കിട്ടിയിട്ടുണ്ട്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ജനുവരി മാസം കിട്ടിയിരിക്കുന്നു. ലെറ്റർ വി കിട്ടിയിരിക്കുന്നു. ലെറ്റർ സി കിട്ടിയിരിക്കുന്നു. പൊളിറ്റീഷ്യൻ, മേ ബി പൊളിറ്റീഷ്യൻ ആയിരിക്കാം, പാർട്ടി പ്രവർത്തനം അതൊക്കെ ആയിരിക്കാം. ലെറ്റർ ആറ് കിട്ടിയിരിക്കുന്നു. റെയിൻബോ, അതായത് മഴവില്ല് കിട്ടിയിരിക്കുന്നു, അത് ചിലപ്പോൾ നിങ്ങൾ കാണാനിടയായിട്ടുണ്ടാകാം. വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളത്താൽ ശുദ്ധീകരിക്കൽ, അത് കുളിയല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, മറ്റു പല കാര്യങ്ങളാണ്. പ്രാർത്ഥനകൾ, വെള്ളം വെച്ചിട്ടുള്ള 2 days, 2 ദിവസം എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാവുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു കമൻറ്റ്, നിങ്ങളുടെ ആ ഒരു അഭിപ്രായം, അത് താങ്ക് യു 555 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി, താങ്ക് യു 555 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.